പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടലുകൾ കാണപ്പെടും. അത് ചെറിയ പൊട്ടലുകൾ കാണാം, വലിയ പൊട്ടലുകൾ കാണാം. ഈ ചെറിയ പൊട്ടലുകളൊക്കെ നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പുട്ടിയിട്ട് അങ്ങ് പോകും. പക്ഷേ ഈ വലിയ പൊട്ടലുകളൊക്കെ നമ്മൾ പുട്ടിയിട്ടാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടി വരും. കുറച്ച് നാൾ ഒരു 5-6 മാസത്തിൽ തന്നെ വീണ്ടും ഒരു പൊട്ടൽ അനുഭവപ്പെടും. അപ്പം ഇതിങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പം കാണുന്ന ഈ പൊട്ടൽ, ഇത് അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പൊട്ടലുണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പം നമ്മളിത് പൊട്ടിയിട്ടൊരു ഭിത്തിയിലായി ഇങ്ങനെ പൊട്ടൽ സംഭവിച്ചുകൊണ്ട് തന്നെ നമ്മളാദ്യം ഒരു ബ്ലേഡ് കൊണ്ട് ഈ പൊട്ടലിൻ്റെ 2 സൈഡ് നമ്മളിതുപോലെ ചെത്തി കളയണം. കാരണം നമ്മൾ ഭിത്തി കാണണം, അതുപോലെ നമ്മൾ ചെത്തി കളഞ്ഞെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ മണ്ട മാത്രം ഒന്ന് ചെത്തി വിട്ടിട്ട് കാര്യമില്ല. 2 സൈഡിലെ പൊട്ടി പൂർണ്ണമായിട്ടും അത് കളയണം. കളഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ട് നമ്മുടെ ഈ വിടവുണ്ടല്ലോ, വിടവ് ചെറുതായിട്ടൊന്ന് വലുതാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചെയ്യുന്ന സാധനത്തിൻ്റെ അകത്ത് പെട്ടെങ്കിൽ മാത്രമേ ഇത് മാറിക്കിട്ടത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ പുട്ടിയിട്ടാൽ തന്നെ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ വിടവ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടി ബ്ലേഡോ വല്ലതും വെച്ച് ഇതുപോലെ ഒന്ന് വലുതാക്കും. അപ്പോൾ നമ്മളിങ്ങനെ വലുതാക്കിയ ശേഷം നമ്മൾ ഒരു പൊടി ബ്രഷ് വല്ലതും എടുത്തുകൊണ്ട് ഇതിൻ്റെ അകമെല്ലാം ഒന്ന് പൊടിയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയ ശേഷം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്രൈമർ അടിക്കുക. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഈ പ്രൈമർ അടിക്കുന്നത് പോലെ ഞങ്ങളിത് മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മൾ പ്രൈമർ അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എവിടെയാണോ പൊട്ടൽ ഇതെല്ലാം ശരിയാക്കിയത് അവിടെ മാത്രം നിങ്ങൾ പ്രൈമർ അടിച്ചാൽ മതി. പിന്നെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രൈമർ അടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കളർ ചേർത്ത് നിങ്ങൾ പ്രൈമർ അടിക്കരുത്. വൈറ്റിൽ തന്നെ നിങ്ങൾ പ്രൈമർ അടിക്കേണ്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഏറ്റവും അത്യാവശ്യമായ സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ വിടവടയ്ക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനത്തിൽ ആദ്യത്തേതെന്ന് പറഞ്ഞത് നമ്മുടെ പുട്ടി തന്നെയാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പെയിൻ്റ് അടിക്കാൻ നേരത്തെ നമ്മൾ പുട്ടിയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ശകലം എടുത്താൽ മതി. അതിപ്പം നമ്മളിവിടെ എടുത്തെങ്കിൽ ബെർജറിൻ്റെയാണ്, അത് ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ പുട്ടി എടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് അത്യാവശ്യമായ മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഈ 2 കൂട്ടം സാധനമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കണ്ടുവരുത്തില്ല ഗ്രേ സിമെൻറ്റ്. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമ്മൾ വീട് തേക്കാനാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെറിയ വിടവുകളൊക്കെ അടയ്ക്കാനാണെങ്കിലും നമ്മൾ സിമെൻറ്റ് ഉണ്ടല്ലോ, ഗ്രേ സിമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പം ഈ പുട്ടിയും ഇത് 2 കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വിടവൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ സിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തരി കൂടുതലുള്ള സിമെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനു വേണ്ടി എടുത്തൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഇരുന്ന സാധനം നമ്മൾ എടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വിടവിന് നമുക്ക് എത്ര സാധനമാണോ ആവശ്യമുള്ളത് അത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പം എടുക്കുന്നത് നമ്മൾ അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പം ഇപ്പം തന്നെ ഈ സിമെൻറ്റ് ശകലം കട്ടിയുള്ള സാധനമായതുകൊണ്ട് തന്നെ നമ്മളിത് കൈകൊണ്ട് പൊടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ നേരത്ത് നമ്മൾ തരിയുള്ള സിമെൻറ്റ് എടുക്കാതിരിക്കുക. നല്ല തരിയൊന്നും ഇല്ലാത്ത നല്ല സിമെൻറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഈ സിമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതിപ്പം കട്ടയായതുകൊണ്ടാണ് ഇത് നല്ലപോലെ പൊടിക്കുക. ഇപ്പം പൊടിച്ചാലേ രക്ഷയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ വിടവിനകത്ത് അപ്ലൈ ചെയ്യാൻ നേരത്ത് അതിങ്ങനെ കളന്നൊക്കെ ഇരിക്കാൻ നല്ല ചാൻസാണ്. അപ്പം നമുക്കത് പൊട്ടിയിട്ടാൽ തന്നെ നമുക്കത് ക്ലിയറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് നല്ലപോലെ പൊടിച്ചിട്ട് ഇടുക, കട്ടിയുള്ള സിമെൻ്റ് ആണെങ്കിൽ. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടിയാണ്. അപ്പം നമ്മൾ സിമെൻറ്റ് എത്ര അളവാണോ എടുത്തത് അത്രയും തന്നെ സിമെൻറ്റ് വേണം, അത്രയും തന്നെ അളവ് വേണം നമ്മൾ പുട്ടിയും എടുക്കാൻ. അപ്പം ഇത് 2 കൂടെ നമ്മൾ എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പുട്ടി എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം കൂട്ടി എടുക്കരുത്. കാരണം ശകലം കട്ടിക്ക് നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ശകലം കട്ടിക്ക് തന്നെ എടുക്കുക. ഇത് കണ്ടല്ലേ, നമ്മൾ ഇത് കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലേഡിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് താഴോട്ട് വീഴാതിരിക്കുന്ന രീതി വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയിട്ടൊന്നും ഇളക്കരുത്. കാരണം സിമെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് പണി കിട്ടാൻ നല്ല ചാൻസാണ്. അതുകൊണ്ട് കൈയിട്ടൊന്നും ഇളക്കരുത്, നിങ്ങൾ പുട്ടി ബ്ലേഡ് തന്നെ ഇട്ട് ഇളക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി, ഇത് കണ്ടല്ലേ, നമ്മൾ കറക്റ്റായിട്ട് ഇത് ആയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് പോലും ഈ സാധനം താഴോട്ട് വീഴുന്നില്ല. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എവിടെയാണോ പുട്ടി ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വിടവിൻ്റെ അവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മൾ പുട്ടി സാധാരണ വിടവിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്ത് പോകത്തില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്യരുത്. ഒരു കുറച്ച് ശകലം താത്ത് വേണം ഇതിടാനെ കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മളിനി പുട്ടി ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. കാരണം അല്ലാതെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ലെവലിന് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പുട്ടി ഇടാൻ നേരത്ത് അത് കിളന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ പേപ്പർ പിടിക്കുമ്പോൾ പുട്ടി മൊത്തം വാങ്ങുമ്പോൾ നമ്മൾ ഈ ചെയ്ത സാധനം മാത്രം അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യില്ല, ഇതൊരു ശകലം കുഴിയിൽ താത്ത് വേണം ഇടാനെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പരിപൂർണ്ണമായിട്ടും ഉണങ്ങിയെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് പുട്ടി ഇടാവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ശകലം പോലും നമ്മുടെ കൈ പറ്റുവാട്ടെ ഒന്നും ചെയ്യത്തില്ല, നല്ലതായിട്ട് കട്ടിക്ക്
ഉണങ്ങിയിരിക്കും. എന്നിട്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് പുട്ടി ഇടുവാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പുട്ടി എടുക്കുന്ന പോലെ നമ്മൾ ശകലം പുട്ടി എടുക്കുക. എടുത്തിട്ട് നമ്മളത് കുഴച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്പം അതുപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഇനിയിപ്പം വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ മെയിൻ സംഭവം ഇതിവിടെ കൊണ്ട് കഴിഞ്ഞ് ഇനിയിപ്പം ഒരു കാര്യങ്ങളുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ പുട്ടിയെടുത്ത് കുഴച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇടുക. അപ്പോൾ ഇടാൻ നേരത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലങ്ങ് വെള്ളമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, എങ്കിലും ഞാനത് പറഞ്ഞ് നിങ്ങൾ തരാം. നമ്മൾ ഈ പുട്ടി ഇടുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൊമളകൾ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ സിമെൻറ്റും അത് രണ്ടും കൂടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സിമെൻറ്റിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ പുട്ടി നേരിട്ട് ഇടാൻ നേരത്ത് ചിലപ്പോൾ സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ കാണും. ആ പൊടി ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ സംഭവം കളന്ന് വരുന്നത്. പക്ഷേ അതോർത്ത് നിങ്ങളാരും പേടിക്കേണ്ട, അത് നമ്മളിന്ന് പേപ്പർ പിടിച്ച് കഴിയുമ്പോൾ നേരെ ഫില്ലായിക്കോളും. അപ്പോൾ നിങ്ങളത് അങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ ഇത് കൊമളയായിട്ട് വന്നല്ലോ, അതെന്താ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാനിത് മുൻകൂർ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നെന്നും പറഞ്ഞ് ആരും പേടിക്കുകയൊന്നും വേണ്ട, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ സാധാരണ ഇനി ചെയ്യത്തില്ല, നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പ്രൈമർ ടച്ച് ചെയ്തിട്ട് നമ്മൾ പേപ്പർ പിടിക്കത്തില്ലേ. അപ്പോൾ ഞാനിപ്പോൾ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പേപ്പർ പിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ടച്ചിങ് പുട്ടി ഇടുന്ന സമയത്ത് നമ്മൾ പുട്ടി ഇടുന്നതിൻ്റെ രണ്ട് സൈഡും വേണം നമ്മൾ ആദ്യം ലെവൽ ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ മണ്ട ലെവൽ ചെയ്യണം. കാരണം വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ മണ്ട മാത്രം ലെവൽ ചെയ്യും, രണ്ട് സൈഡും എടുത്ത് കളയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ പുട്ടി ഇട്ടിടാൻ മാത്രം ആ കളന്ന് നിൽക്കുന്നതാണ്, ആ രണ്ട് സൈഡും കറക്റ്റ് ആകത്തില്ല. മറിച്ച് നമ്മൾ ഈ രണ്ട് സൈഡും ഒന്ന് പേപ്പർ പിടിച്ചിട്ട് നടുക്ക് പേപ്പർ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഇത് വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാവുള്ളൂ. പുട്ടി പേപ്പർ പിടിക്കുന്നത്, അതായത് ടച്ചിങ് പുട്ടി മൊത്തത്തിലല്ല, ടച്ചിങ് പുട്ടി ചെയ്യുമ്പം ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ വിടവടയ്ക്കാനെ കൊണ്ട് ആദ്യം എടുത്ത സംഭവം പുട്ടിയും ഗ്രേ സിമെൻറ്റും ആയതുകൊണ്ട് തന്നെ നമ്മളിത് വൈറ്റ് ഭിത്തിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഗ്രേയുടെ ഷെയ്ഡ് കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് കളർ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കളറും ഇതും കൂടെ അതിനൊരു നമ്മൾ വേറെ അതിൻ്റെ മണ്ടയിൽ കളർ അടിച്ചാൽ ഉറപ്പായിട്ടും ആ ഗ്രേയുടെ പാറ്റേൺ തെളിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈറ്റ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ നമ്മളിത് പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ സാധാ ചെയ്യുന്നവരെ കളർ അടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോയിൽ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്.